കേരളത്തിലെ അംഗൻവാടിയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇപ്പോൾ ഉച്ചഭക്ഷണം കൊടുക്കുന്നതായിട്ട് ഏർപ്പാടാക്കിയേക്കുന്നതെന്ന് കേൾക്കുന്നു. ബിരിയാണിയൊക്കെ കൊടുക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് നിങ്ങൾ ബിരിയാണി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ നാട്ടിൽ വേറെ ഒരു ഭക്ഷണവും ഇല്ലാഞ്ഞിട്ടാണോ? ഇവിടെ ഏതെല്ലാം തരത്തിലുള്ള നല്ല നാരുകളടങ്ങിയ ഭക്ഷണങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് എന്തിനാണ് ഇതുപോലെ യാതൊരു വിധത്തിലുള്ള തവിടും അടങ്ങാത്ത ഒരു അരിയാണ് ബിരിയാണി, നമ്മുടെ ബസ്മതി അരി എന്നൊക്കെ പറയുന്നത്. അത് പല വിധത്തിലുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്താണെങ്കിൽ പ്ലാസ്റ്റിക് വരെ ഇറങ്ങുന്നുണ്ടെന്നാണ് പറയുന്നത്. നമുക്കറിയത്തില്ല കറക്റ്റായിട്ട്. പക്ഷേ എങ്കിലും നമ്മുടെ പിഞ്ചു കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഇപ്പോഴേ എന്തിനാണ് കൊടുക്കുന്നത്? ഇത് കൊടുക്കുന്നത് വഴി അവരുടെ ദഹന വ്യവസ്ഥയെ തന്നെ സാരമായി ബാധിക്കും. അതുപോലെ ചിക്കനൊക്കെ നമുക്ക് എന്നും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനവുമല്ല. വെജിറ്റബിൾ ബിരിയാണി ആണെന്ന് പറഞ്ഞാൽ കൂടി തന്നെ ഈ അരി നമുക്ക് ദോഷം ചെയ്യുകയും ചെയ്യും. നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ നാട്ടിലെ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന കുത്തരിയും അതുപോലെ കഞ്ഞി, ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും നമുക്ക് കുത്തരി കഞ്ഞിയും ചെറുപയർ തോരനും ഓരോ ദിവസവും നമുക്ക് മാറി 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 കഞ്ഞിയുടെ കൂടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കറികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ വല്ലപ്പോഴും മാസത്തിൽ 1-2 തവണ മാത്രം ബിരിയാണി കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടികൾക്ക് വളരെ ഒരു സന്തോഷപ്രദമായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതൊന്നും വേണ്ട വിധത്തിൽ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നില്ല. എപ്പോഴും നമുക്ക് വിദേശ രാജ്യങ്ങളിലെ ആൾക്കാർ എന്ത് ചെയ്യുന്നു, അവരെന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്, ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ നടപ്പാക്കുന്നത്. സ്വന്തമായിട്ട് ഇവിടെ എങ്ങനെ എന്ത് നടപ്പാക്കാമെന്ന് ആരും ഇവിടെ ചിന്തിക്കുന്നില്ല. അതുപോലെ തന്നെ ഏതോ ഒരു കുട്ടി ഒരു പ്രാവശ്യം പറഞ്ഞു എനിക്ക് ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ വേണം എന്ന് പറഞ്ഞ് ശഠിക്കുന്ന കുട്ടി പറഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാം നമ്മൾ മുതിർന്നവരെന്തിനു കൂട്ടു നിൽക്കണം? തീർച്ചയായിട്ടും കുട്ടികൾ അങ്ങനെ പലതും പറയും. പക്ഷേ നമ്മൾ ആഹാര രീതികൾ കുട്ടികളിൽ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മുടെ നാട്ടിലെ തന്നെ പലതരത്തിലുള്ള ആഹാരങ്ങളുടെ മെനു തയ്യാറാക്കി ആഹാരം കൊടുക്കുവാൻ നമ്മുടെ മുതിർന്ന ആൾക്കാർ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കൊച്ചു കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എല്ലാത്തിനോടും പല ഭക്ഷണം കാണുമ്പോൾ അവർക്ക് അത് ഇഷ്ടപ്പെടും. അവർക്ക് അറിയത്തില്ലോ ഏതാ നല്ലത് ഏതാ ചീത്ത, നമ്മൾ കൊടുക്കുന്നതല്ലേ അവർ കഴിക്കുന്നതേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ കേരളത്തിൽ വസിക്കുമ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥയോട് ഇണങ്ങിയതും കേരളത്തിൽ ജീവിക്കുന്ന ആൾക്കാർ എപ്പോഴും കേരളത്തിലെ ഫുഡ് തന്നെ കഴിക്കണമെന്നാണ് നമ്മുടെ മുതിർന്ന ഗുരുക്കൾ പറയുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ സംസ്കാരം അനുസരിച്ചുള്ള ഫുഡ് വേണം നമ്മൾ കഴിക്കുവാൻ.